സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രഭാഷകനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 മാസമായി അതിശക്തമായ രോഗത്തിന് 2 കാലുകൾ ചില സമയങ്ങളിൽ തളർന്നു പോകുന്ന ഒരു അസുഖം, ഷുഗർ ബാധിച്ച് ഞരമ്പുകളൊക്കെ ബ്ലോക്കായി അതിശക്തമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനും മരണത്തിന്റെ വേദന ഉണ്ടായിട്ടില്ല. പക്ഷെ വേദനയിൽ ഇത്രമേൽ വേദന 51 വർഷത്തിനിടയിൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരു ദിവസമല്ല, ഫുൾ ടൈം 24 മണിക്കൂർ. കഴിഞ്ഞ 5 മാസം 3 ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത്. ഞാൻ എന്തു മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്ത എന്നെ എന്റെ റബ്ബ് കുഴക്കിയിരിക്കുന്നു എന്നോ പരീക്ഷിച്ചിരിക്കുന്നു എന്നോ ഞാൻ എന്തിനു പരീക്ഷിക്കപ്പെടണമെന്നോ തൗഹീദല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അമ്പലത്തിൽ പോലും റബ്ബേ ഞാൻ നിന്റെ ഏകത്വം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എന്റെ ചിന്ത എന്താകണം? മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാതി ഫീ നഫ്സി വമാലി വവലദി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ മാ മിൻ മുസ്ലിമിൻ വലാ നസബിൻ വലാ ഹമ്മിൻ. നോക്കൂ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. സൂറത്ത് ബഖറ 155, 56, 57. നോക്കൂ, അവിടെ നിന്നെ പരീക്ഷിക്കും. ആയിഷ മോളെ നിന്നെ പരീക്ഷിക്കും, സുമയ്യ നിന്നെ പരീക്ഷിക്കും, ഫാത്തിമ നിന്നെ പരീക്ഷിക്കും, ഖദീജ നിന്നെ പരീക്ഷിക്കും, റഹ്ന നിന്നെ പരീക്ഷിക്കും. ആര്? അതിനർഹതയുള്ള നിന്റെ റബ്ബ്. ആ റബ്ബിന്റെ പരീക്ഷണത്തെ നീ ഏത് പ്രകാരമാണ് കാണേണ്ടത്, ഏത് പ്രകാരമാണ് വിലയിരുത്തേണ്ടത്? അത് വളരെ പ്രധാനമാണ്. ആ പ്രധാനമായ കാര്യം എന്താണ്? മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാത്ത്. ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി ശരീരത്തിൽ, വമാലിഹി ധനത്തിൽ, വവലദിഹി സന്താനങ്ങളിൽ പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും. എന്താണ് അതിന്റെ അനന്തരഫലം? പാപമുക്തനായിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും. സ്വന്തം നഫ്സിൽ രോഗം ബാധിച്ചവൻ പാപമൊന്നുമില്ലാത്തവനായി വിചാരണ ലഘൂകരിക്കപ്പെട്ടവനായി സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്ന് അവനെ മലക്കുകൾ എങ്ങനെയാ സ്വീകരിക്കാന്നറിയോ? എന്റെ പൊന്നുമക്കൾക്ക് ആ സ്വീകരണത്തിന്റെ രൂപം 13-ാം അധ്യായം സൂറത്ത് റഅദിന്റെ 22-26 വരെയുള്ള വാചകത്തിൽ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. നീ ക്ഷമിച്ചത് കൊണ്ട് ആയിഷ സ്വർഗത്തിൽ പോയിക്കോ, ഫാത്തിമ സ്വർഗത്തിൽ പോയിക്കോ. നീ ക്ഷമിച്ചത് കൊണ്ട് സുബൈറെ നീ നിസ്കരിച്ചത് കൊണ്ട് എന്നല്ല, നോമ്പ് നോറ്റത് കൊണ്ട് എന്നല്ല, എല്ലാറ്റിന്റെയും ആത്യന്തികത ക്ഷമയാണ്, സഹനമാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊല എന്നൊക്കെയുള്ള പ്രവാചക വചനങ്ങൾ. അജബൽ അംറിൽ മുഅ്മിനീൻ ഇന്ന അംറുഹു കുല്ലു ലഹു ഖൈറുൻ എന്ന് തുടങ്ങിയിട്ടുള്ള സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. കാല് വെച്ച് കുത്തി നഖം പറഞ്ഞുപോയി പണ്ടാരടങ്ങാൻ എന്ന് പറയില്ല. ഈ കല്ല് ഏത് ഹമുക്ക അവിടെ കൊണ്ടിട്ട് ഓൻ പറയില്ല. ഓനപ്പ എന്താ പറയാന്നറിയോ? ഞാൻ എന്റെ ജീവിതത്തിൽ ശീലിച്ചൊരു ശീലം, എന്റെ തലയൊരിടത്ത് മുട്ടിയാൽ അൽഹംദുലില്ല. എന്തിനാ അൽഹംദുലില്ല പറയണത്? ഒരു തലമുട്ടിയാൽ എന്റെ ഒരു പാപം പൊറുക്കുമെന്ന് എന്റെ പടച്ചവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്.